നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചിന്നക്കനാലിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കണ്ടെത്താൻ തൂക്ക് വൈദ്യുതി വേലി ഒരുക്കാൻ വനം വകുപ്പ് പദ്ധതി ഒരുക്കുന്നു. ഫെൻസിംഗ് ഒരുക്കുക. 3 ഇടങ്ങളിലായി 16 കിലോമീറ്റർ ദൂരത്തിൽ. വേലി സ്ഥാപിക്കുന്നതിനൊപ്പം വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷണമൊരുക്കിയെങ്കിൽ മാത്രമേ കാട്ടാനശല്യത്തിന് പരിഹാരം കണ്ടെത്താനാവൂ എന്ന നാട്ടുകാർ. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണായി ബീന ടോമിയെ തെരഞ്ഞെടുത്തു. ബീന ടോമി വിജയിച്ചത് കേവല ഭൂരിപക്ഷം നേടി. അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് മുന്നണി ധാരണ പ്രകാരം ഷൈനി സണ്ണി തൽസ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന്. വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഊരുമൂപ്പൻ നിരാഹാര സമരം ആരംഭിച്ചു. കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന അധികൃതരുടെ ഭാഗത്തു നിന്നും ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരുമെന്ന് ഊരുമൂപ്പൻ അജയൻ. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ മാത്രം ജീവിക്കുന്നവരാണോ ആദിവാസി വിഭാഗമെന്നും ചോദ്യം. അങ്കണവാടി കുട്ടികൾക്കായി വിതരണം ചെയ്ത അമൃതം പൊടിയുടെ പണം ഗ്രാമപഞ്ചായത്ത് അധികൃതർ നൽകാതായതോടെ വനിതാ കുടുംബശ്രീ സംരംഭം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പ്രതിസന്ധിയിലായിരിക്കുന്നത് നെടുങ്കണ്ടം സന്യാസിയോടയിൽ പ്രവർത്തിക്കുന്ന സമൃദ്ധി ന്യൂട്രിമിക്സ്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇവർക്ക് ലഭിക്കാനുള്ളത് 10.5 ലക്ഷത്തോളം രൂപ. വിശദമായ വാർത്തകളിലേക്ക്. ചിന്നക്കനാലിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കണ്ടെത്താൻ തൂക്ക് വൈദ്യുതി വേലി ഒരുക്കാൻ വനംവകുപ്പ് പദ്ധതി ഒരുക്കുന്നു. 3 ഇടങ്ങളിലായി 16 കിലോമീറ്റർ ദൂരത്തിലാണ് ഫെൻസിംഗ് ഒരുക്കുക. വേലി സ്ഥാപിക്കുന്നതിനൊപ്പം വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷണമൊരുക്കിയെങ്കിൽ മാത്രമേ കാട്ടാനശല്യത്തിന് പരിഹാരം കണ്ടെത്താനാവൂ എന്ന് നാട്ടുകാർ പറയുന്നു. സംസ്ഥാനത്ത് കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ മേഖലയാണ് ചിന്നക്കനാൽ. 2003 ആദിവാസി പുനരധിവാസ പദ്ധതിയിലൂടെ കുടുംബങ്ങളെ കുടിയിരുത്തിയതിനു ശേഷം ഇതുവരെ കാട്ടാന ആക്രമണത്തിൽ 47 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകളും ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയും നശിപ്പിച്ചു. മേഖലയിൽ മനുഷ്യ വന്യമൃഗ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഹാങ്ങിങ് ഫെൻസിംഗ് ഒരുക്കാൻ വനംവകുപ്പ് തയ്യാറെടുക്കുന്നത്. കാട്ടാനശല്യം രൂക്ഷമായ പന്തടിക്കളം, BL റാം, സിംഗുകണ്ടം എന്നിവിടങ്ങളിലാണ് ഫെൻസിംഗ് ഒരുക്കുക. പന്തടിക്കളത്ത് 5ഉം BL റാമിൽ 3ഉം സിംഗുകണ്ടത്ത് 8 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. പദ്ധതിക്ക് മുന്നോടിയായി ജനജാഗ്രതാ സമിതി യോഗം ചേർന്നു. ആശ്വാസമാണ്. പക്ഷേ എന്നാൽ പോലും ഫുള്ളായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ പദ്ധതിയിൽ പെട്ടപ്പോൾ തന്നെ ഒരു ആശയം ഉയർന്നു വന്നത് 301 കോടിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ആശയം വന്നു. എന്നാലും ഈ 13 കിലോമീറ്റർ 15 കിലോമീറ്റർ ഫെൻസിംഗ് കൊണ്ട് ഈ ഒരു പഞ്ചായത്തിലെ ശാശ്വത പരിഹാരമാകത്തില്ല. എന്നാലും കുറച്ച് അതിൽ ഉൾപ്പെടുന്ന കുറച്ച് ജനങ്ങൾക്ക് മാത്രം ഒരു ആശ്വാസം കിട്ടും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവർ പറഞ്ഞിരിക്കുന്നത് ഫെൻസിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫെൻസിങ് ചെയ്ത് നമ്മളൊരു ജനവാസം കൂടുതലുള്ള മേഖലയും ആനശല്യം കൂടുതലുള്ള മേഖലയിൽ നമുക്ക് ചെയ്ത് തൂക്ക് ഫെൻസിങ് ചെയ്ത് മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ടെൻഡറൊക്കെ 2017 ആയ സ്ഥിതിക്ക് അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലാണ് ഇപ്പോൾ വന്ന് അവരോട് നമ്മളോട് ഈ സ്ഥലം കാണിച്ചു തരുന്ന ഒരു സ്കെച്ചിനെ കുറിച്ചൊക്കെ ആവശ്യപ്പെടുന്നത്. അല്ല, അവരാദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജനവാസ മേഖല കൂട്ടി കുറച്ച് കൃഷിയോടും കൂടെ കൂട്ടി ഇത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏരിയ കൂടുതൽ കവർ ചെയ്യുന്ന രീതിയിൽ അവരൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളോട് അടുത്ത ദിവസം വന്ന് അവർ കണ്ട് നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ ഒരുമിച്ച് ചെയ്യാനാണ് നമ്മുടെ ഒരു തീരുമാനം. ഇവരിപ്പോൾ 8, 13, 16 കിലോമീറ്റർ 19 കിലോമീറ്റർ ഉള്ളൂ ദൂരം ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും പരിഹാരമാകുന്നില്ല. ഇനിയും മറ്റ് ഏരിയകളും ആനശല്യം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മേഖലയും കൂടെ ശ്രദ്ധ എടുത്ത് ഇതിനൊന്ന് ചെയ്തു തരുവാണെങ്കിൽ ഉപകാരപ്രദമായിരിക്കും ജനങ്ങൾക്ക്. മതികെട്ടാൻ ചോലയിൽ ആവശ്യത്തിന് ഭക്ഷണമില്ലാത്തതും ആനയുടെ ശല്യം ജനവാസ മേഖലയിൽ രൂക്ഷമാകുന്നതിന് ഇടയാക്കുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. ഫെൻസിങ്ങിനൊപ്പം ഭക്ഷ്യവസ്തുക്കളും നട്ടുപരിപാലിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ജനവാസ മേഖലയിലേക്ക് ആന വരാത്ത രീതിയിൽ ഒരു ഫെൻസിങ് ഇട്ട് തൽക്കാല സംരക്ഷണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കാര്യം ഇവിടെ ആന പല ഫെൻസിങ്ങും പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് അതത് മേഖലയിൽ ജനങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. എത്രത്തോളം ശാശ്വതമാകുമെന്ന് നമുക്കറിയില്ല. ഇതിനൊക്കെ ഊർജിതമായ രീതിയിൽ ജനങ്ങൾക്ക് സംരക്ഷണം കിട്ടാനും അതുപോലെ തന്നെ ആനയ്ക്ക് സംരക്ഷണം അതിനും വേണമല്ലോ. അതിന് ഭക്ഷണമില്ലെങ്കിൽ അത് ഓടി നടക്കും. അത് ഭക്ഷണത്തിന് വേണ്ടി തന്നെ ഓടി നടക്കുന്നതാണ്. അത് കിട്ടാതെ വരുമ്പോൾ അത് വല്ലാത്ത അവസ്ഥയിലേക്ക് അത് മാറുന്നു. അപ്പോൾ അതിനും ഒരു പരിഹാരം ഗവൺമെൻറ് കണ്ടെത്തണം. വ്യാപകമായിട്ട് ഒരു ഏരിയ തിരിച്ചുകൊണ്ട്, അതായത് ഇവിടെ റവന്യൂ ലാൻഡ് കിടപ്പുണ്ട്, ഫോറസ്റ്റിന് ലാൻഡില്ല. റവന്യൂയുടെ പക്കൽ നിന്ന് ഭൂമി ഫോറസ്റ്റിന് HLന് കൊടുത്തതുപോലെ, HLന് കൊടുത്തല്ലോ പണ്ട് മരം വെക്കാൻ, അതുപോലെ ഇവർ ഫോറസ്റ്റിന് കൊടുത്തുകൊണ്ട് ആ ഒരു ഏരിയ തിരിച്ച് നിങ്ങൾക്ക് മത്തനോ വാഴയോ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ പ്ലാവ് ഒക്കെ ഉണ്ട്.
ഇവയൊക്കെ കൂടുതൽ വ്യാപകമായിട്ട് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാനിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഈ അഭിപ്രായം പറഞ്ഞായിരുന്നു, റേഞ്ച് ഓഫീസറോടും ഈ അഭിപ്രായം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഗവൺമെൻറ് അതിനെ ആ തലത്തിൽ നിന്ന് ആലോചിക്കുകയാണെങ്കിൽ ആനയ്ക്കും കൂടെ സംരക്ഷണം കിട്ടും. ജനജാഗ്രതാ സമിതി നിർദ്ദേശിക്കുന്ന ഭാഗങ്ങളിലാവും ആദ്യം ഫെൻസിംഗ് സ്ഥാപിക്കുക. വനംവകുപ്പിന്റെ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണായി ബീന ടോമിയെ തെരഞ്ഞെടുത്തു. കേവല ഭൂരിപക്ഷം നേടിയാണ് ബീന ടോമി വിജയിച്ചത്. മുന്നണി ധാരണ പ്രകാരം ഷൈനി സണ്ണി തൽസ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. UDF മുന്നണി ധാരണ പ്രകാരം ഷൈനി സണ്ണി ചെറിയാൻ തലസ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. നഗരസഭാ കോൺഫറൻസ് ഹാളിലായിരുന്നു തെരഞ്ഞെടുപ്പ്. 14-ാം വാർഡ് കൗൺസിലർ ജോണി കുളമ്പള്ളിൽ UDF സ്ഥാനാർത്ഥിയായി ബീന ടോമിയുടെ പേര് നിർദ്ദേശിച്ചു. ജോയി വെട്ടിക്കുഴി പിന്താങ്ങി. LDF സ്ഥാനാർത്ഥിയായി സുധർമ്മ മോഹനെ കൗൺസിലർ ബിന്ദുലത രാജു നിർദ്ദേശിച്ചു. ഷാജി കുത്തോടിയിൽ പിന്താങ്ങി. ബീന ടോമിക്ക് 23 വോട്ടുകളും സുധർമ്മ മോഹന് 9 വോട്ടുകളും ലഭിച്ചു. BJP അംഗങ്ങൾ വോട്ട് അസാധുവാക്കി. 34 അംഗങ്ങളുള്ള കട്ടപ്പന നഗരസഭയിൽ UDF 23, LDF 9, BJP 2 എന്നിങ്ങനെയാണ് കക്ഷിനില. ആദ്യം 3 വർഷം കോൺഗ്രസ് I ഗ്രൂപ്പിൽ നിന്നുള്ള ബീന ജോബിയും ഷൈനി സണ്ണിയും 1.5 വർഷം വീതം അധ്യക്ഷ സ്ഥാനം പങ്കിട്ടു. പാലിയേറ്റീവ് കെയർ പ്രവർത്തക കൂടിയായ ബീന ടോമി 11-ാം വാർഡ് കൗൺസിലറാണ്. ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ബീന ടോമി പറഞ്ഞു. ധാരണ പ്രകാരമുള്ള ചെയർപേഴ്സണായി ഞാൻ ഇന്ന് സ്ഥാനമേറ്റിരിക്കുകയാണ്. എൻ്റെ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചാൽ മുൻ ചെയർപേഴ്സൺമാർ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളെല്ലാവരും കൂടി നിന്നുകൊണ്ട് വിജയിപ്പിച്ചെടുക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോയി ഫണ്ട് ലാപ്സാക്കാതെ ഉള്ള വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കാഴ്ചവെക്കുകയും ചെയ്യും. മൂന്നാർ LA ഡെപ്യൂട്ടി കളക്ടർ അനിൽ ഫിലിപ്പ് തെരഞ്ഞെടുപ്പിൽ വരണാധികാരിയായിരുന്നു. പുതിയ അധ്യക്ഷയെ UDF നേതാക്കളും ബന്ധുക്കളും നാട്ടുകാരും സ്വീകരിച്ചു. കട്ടപ്പന നഗരസഭയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാന ലംഘനമാണ് നടക്കുന്നതെന്ന BJP കൗൺസിലർമാരുടെ ആരോപണം. ഇതിനൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി പറയും. 3 വർഷം 3 ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും 3 വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും നടത്തി ജനങ്ങളെ മണ്ടന്മാരാക്കിയെന്നും BJP കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. കട്ടപ്പന നഗരസഭയിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചെയർമാൻ സ്ഥാനം വീതം വെച്ചതിലൂടെ ഭരണസ്തംഭനമാണുണ്ടാകുന്നത്. മുന്നണി അടിസ്ഥാനത്തിലല്ല ഇവിടെ ചെയർപേഴ്സൺമാരെ മാറ്റുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരടിസ്ഥാനത്തിലാണ്. 3 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യമാണ് ചെയർപേഴ്സണെയും വൈസ് ചെയർമാനെയും മാറ്റിയത്. നഗരസഭയിൽ എന്തെങ്കിലും വികസന പ്രവർത്തനത്തിന് തുടക്കമിടുമ്പോഴേക്കും ചെയർപേഴ്സണെ മാറ്റുന്നതിലൂടെ വികസന പ്രവർത്തനം നിലയ്ക്കും. കഴിഞ്ഞ 3 വർഷമായി നഗരസഭയിൽ ഭരണസ്തംഭനമാണ് ഉണ്ടായിരിക്കുന്നതെന്നും BJP കൗൺസിലർ തങ്കച്ചൻ പുരയിടം ആരോപിച്ചു. ഇപ്പം 3ാമത്തെ ചെയർപേഴ്സണെ തെരഞ്ഞെടുത്തു. ഇനിയും 2 വർഷം കൂടെയുണ്ട്. ഈ 2 വർഷത്തിനുള്ളിൽ ഇനിയും ചെയർമാൻ സ്ഥാനം മാറ്റം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റിയത്. കാരണം ഇതൊന്നും തെരഞ്ഞെടുപ്പ് കഴിയും. തെരഞ്ഞെടുപ്പിൽ ആൾക്കാരോട് പറയുന്ന വാഗ്ദാനങ്ങളല്ല ഇവിടെ ഭരണതലത്തിലേക്ക് വരുമ്പോൾ. കാരണം ഇതൊന്നും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് സാധിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടെ വരുമ്പം എയും ഐയും യുവും ഒക്കെ ആയിട്ട് പിന്നെ സ്ഥാനങ്ങൾ വെച്ച് മാറ്റമാണ് നടക്കുന്നത്. മുന്നണി സംവിധാനത്തിലാണെങ്കിൽ നമുക്കത് മനസ്സിലാകും. പിന്നെ ഘടകകക്ഷികൾക്ക് വീതം വെച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് ഘടകകക്ഷിയുണ്ട്, അവർക്ക് കൊടുക്കുന്നില്ലല്ലോ. ഘടകകക്ഷികൾക്ക് കൊടുക്കാതെ തന്നെ കോൺഗ്രസിൽ തന്നെ ഈ മാറ്റം തികച്ചും അപമാനകരമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഈ 3 വർഷം കൊണ്ട് 3 ചെയർമാൻ തെരഞ്ഞെടുപ്പും 3 വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും കട്ടപ്പന മുനിസിപ്പാലിറ്റി വരിക എന്ന് പറയുമ്പോൾ കട്ടപ്പനെ ഭരണസമ്പന്നമെന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. ഒരു ഭരണങ്ങളും കൃത്യമായി പറഞ്ഞ രീതി സമ്പ്രദായങ്ങൾ ഒരു നല്ല രീതിയിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി നടക്കുന്നില്ല. ഇനിയും ചെയർപേഴ്സൺ മാറിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ഓരോ ഗ്രൂപ്പ് നേതാക്കളുടെ ഇംഗിതത്തിന് വഴങ്ങിയാണ് ഭരണം നടക്കുന്നതെന്നും കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഊരുമൂപ്പൻ അജയൻ നിരാഹാര സമരം ആരംഭിച്ചു. കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരുമെന്ന് ഊരുമൂപ്പൻ വ്യക്തമാക്കി. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ മാത്രം ജീവിക്കുന്നവരാണോ ആദിവാസി വിഭാഗമെന്നാണ് ഇവരുടെ ചോദ്യം. ഊരാളി വിഭാഗത്തിൽപ്പെടുന്ന 87 കുടുംബങ്ങളിലെ 386 പേർ അധിവസിക്കുന്ന വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിലാണ്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ചും വന്യമൃഗങ്ങളോട് പോരാടിയും 80 വർഷക്കാലമായി ഇവിടെ ആദിവാസി വിഭാഗങ്ങൾ ജീവിച്ചു വരുന്നു. കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്.
മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ അടിസ്ഥാന സൗകര്യം ഒരുക്കുമെന്ന വാഗ്ദാനം മാത്രമാണ് ഇവർക്ക് നൽകുന്നത്. ഇതോടെയാണ് ആദിവാസി ഊരുമൂപ്പൻ നിരാഹാര സമരം ആരംഭിച്ചത്. ഇതേ ആവശ്യം ഉന്നയിച്ച മുൻപ് ആദിവാസി ഊരുമൂപ്പൻ അജയൻ ഇലക്ട്രിക് ടവറിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണിയും മുഴക്കിയതാണ്. സബ് കളക്ടർ അടക്കമുള്ള അധികൃതർ അന്നു സ്ഥലത്തെത്തി കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഉറപ്പും നൽകി. എന്നാൽ നാളിതുവരെയായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കോളനിയിലേക്കുള്ള 4 കിലോമീറ്റർ റോഡ് സഞ്ചാരയോഗ്യമാക്കുക, കുടിവെള്ളം എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക, 80 കുടുംബങ്ങൾ അധിവസിക്കുന്ന കോളനിയിൽ മൊബൈൽ റേഞ്ച് സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിലൂടെ ഊരുമൂപ്പൻ അജയൻ മുന്നോട്ട് വയ്ക്കുന്നത്. നിരാഹാരമനുഷ്ഠിക്കുന്ന ആദിവാസി ഊരുമൂപ്പന് പിന്തുണയറിയിച്ച കോളനി നിവാസികൾ സമരപ്പന്തലിൽ എത്തി. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ മാത്രമാണോ ആദിവാസി വിഭാഗങ്ങൾ ജീവിക്കുന്നതെന്നാണ് ഇവരുടെ ചോദ്യം. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്നും പിന്മാറുകയുള്ളൂവെന്ന് ഊരുമൂപ്പൻ അജയൻ പറഞ്ഞു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലല്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ കോളനിയിൽ ഈ നിരാഹാരം എടുക്കാൻ കാരണമായത്. എൻ്റെ ആവശ്യം വഞ്ചിവേൽ ട്രൈബൽ കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യമായ ഒരു റോഡ് 4 കിലോമീറ്റർ റോഡിനുള്ള സമരത്തിലാണ്. അപ്പോൾ 42 കുട്ടികൾ പോകുന്ന ഒരു സ്കൂൾ ബസ് ഓടുന്ന ഒരു റോഡാണ്. അതിന് നാളിതുവരെയായിട്ടും ഒരു മാറി മാറി വരുന്ന ഭരണങ്ങൾ ഒന്നും അടിസ്ഥാന സൗകര്യം ഒരുക്കാത്തതിൻ്റെ പേരിൽ നടത്തുന്ന നിരാഹാര സമരമാണ്. അതിൻ്റെ ആവശ്യം അംഗീകരിക്കുന്നിടം വരെ ഞാൻ ഈ നിരാഹാരത്തിലിരിക്കുന്നതായിട്ട് അറിയിച്ചു കൊടുക്കുന്നു. നന്ദി. കോളനിയിലെ 87 കുടുംബങ്ങളിൽ നിന്നും 48 കുട്ടികളാണ് വഞ്ചിവയൽ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലും വണ്ടിപ്പെരിയാറിലെ വിവിധ സ്കൂളുകളിലുമായി പഠനം നടത്തുന്നത്. ഇവർ സഞ്ചരിക്കുന്ന സ്കൂൾ വാഹനം 3 കിലോമീറ്റർ അകലെ നിർത്തി കുട്ടികളെ ഇറക്കി വിടും. ശേഷമുള്ള 1 കിലോമീറ്റർ ഉൾവനത്തിലൂടെ വേണം കുട്ടികൾ സഞ്ചരിക്കാൻ. കോളനി നിവാസികൾക്ക് രോഗമോ അപകടങ്ങളോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ടാക്സി കൂലിയായി 2000 രൂപ വരെ നൽകണം. ഇത് കോളനി നിവാസികളെ ഏറെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അങ്കണവാടി കുട്ടികൾക്കായി വിതരണം ചെയ്ത അമൃതം പൊടിയുടെ പണം ഗ്രാമപഞ്ചായത്ത് അധികൃതർ നൽകാതായതോടെ വനിതാ കുടുംബശ്രീ സംരംഭം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. നെടുങ്കണ്ടം സന്യാസിയോടയിൽ പ്രവർത്തിക്കുന്ന സമൃദ്ധി ന്യൂട്രിമിക്സ് ആണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും 10.5 ലക്ഷത്തോളം രൂപയാണ് ഇവർക്ക് ലഭിക്കാനുള്ളത്. 6 വനിതകൾ ചേർന്ന് ബാങ്ക് വായ്പയെടുത്ത് ആരംഭിച്ച സംരംഭമാണ് സമൃദ്ധി കുടുംബശ്രീ. അങ്കണവാടി കുട്ടികൾക്കായുള്ള അമൃതം പൊടി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഇവർ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഹൈറേഞ്ചിലെ 6 പഞ്ചായത്തുകളിലെ അങ്കണവാടികളിൽ ഇവർ അമൃതം പൊടി നൽകുന്നുണ്ട്. എന്നാൽ കോവിഡ് കാലഘട്ടത്തിലടക്കം അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ വിതരണം ചെയ്ത ഉൽപ്പന്നങ്ങളുടെ പണം ഇവർക്ക് ലഭിച്ചിട്ടില്ല. ഇതോടെ അസംസ്കൃത വസ്തുക്കൾ വാങ്ങാൻ പണം ഇല്ലാതാവുകയും സ്വർണം പണയം വെച്ചും കടം വാങ്ങിയും അസംസ്കൃത വസ്തുക്കൾ വാങ്ങി കുറച്ചു കാലം കൂടി സ്ഥാപനം തുറന്നു. നിലവിൽ വിവിധയിടങ്ങളിൽ പലിശയടക്കം 17 ലക്ഷത്തോളം രൂപ കടക്കണിയിലാണിവർ. നവകേരള സദസ്സിലടക്കം പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ല. പക്ഷെ എവിടുന്ന് ഞങ്ങൾക്കൊരു നീതി കിട്ടുന്നില്ല. ഞങ്ങൾക്കൊരു നീതി കിട്ടണം. ഇതിന്റെ ഉറവിടം എവിടുന്നാണ് ഈ ഫണ്ട് തരുന്നതെന്ന് ഞങ്ങൾക്കറിയണം. ഞങ്ങൾ ആരുടെ അടുത്ത് പോയാലും അവർ താഴേക്ക് വരും, പഞ്ചായത്ത് വരും. അവർ പറയുന്ന കമ്മിറ്റി തീരുമാനമില്ല, അത് നിർവഹണ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം സംഭവിച്ചാന്ന് പറഞ്ഞു. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? ഇത്രയും പ്രാവശ്യം ഞങ്ങൾ കൊടുത്തല്ലേ, 1 2 പ്രാവശ്യം ഞങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് നിർത്താമായിരുന്നു. പക്ഷെ അവർ പിന്നെ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് ഞങ്ങളോട് പറയുക ഫണ്ടില്ല, ഇത് കമ്മിറ്റി തീരുമാനം ഇല്ലാതെയാണ് നടത്തുന്നതെന്ന് പറയുന്നു. നമുക്ക് തരത്തില്ല. നമ്മളോട് സൂപ്പർവൈസർ ചോദിക്കുന്നു, നമ്മൾ സാധനം കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ പണയം വെച്ച, കടം മേടിച്ച 4 രൂപ പലിശയ്ക്ക് വരെ ഞങ്ങൾ പലിശയ്ക്ക് പൈസ എടുത്താണ് ഞങ്ങൾ സാധനം വാങ്ങിക്കുന്നത്. അത് അതിൻ്റെ ഇനത്തിൽ ഒരു 17 ലക്ഷം രൂപ 18 ലക്ഷം രൂപ നമുക്കിപ്പം കടയിൽ കൊടുക്കാനുണ്ട് സാധനം എടുക്കുന്നതിന്റെ വകയിൽ തന്നെ. പക്ഷെ ഞങ്ങളിപ്പം കടത്തിലാണ് നമ്മൾ പോകുന്നത്. സ്വർണ്ണ പണയം വെച്ചിട്ടുണ്ട്. എല്ലാവരും സ്വർണ്ണം ഞങ്ങൾ പണയം വെച്ചാണ് മറ്റുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ പോറ്റി പുലർത്തിയത്. കൊറോണ കാലത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നപ്പോൾ പോലും ഞങ്ങൾ അവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. എന്നിട്ടും ഞങ്ങൾ ചെന്നിട്ട് ഏത് വാതിലും മുട്ടാലും ഞങ്ങൾക്കൊരു നീതി കിട്ടുന്നില്ല. ഞങ്ങൾക്കൊരു നീതി കിട്ടണം. കോടതിയെ സമീപിക്കാനാണ് പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശിച്ചതെന്ന് സംരംഭകർ പറയുന്നു. ഞങ്ങൾ ഈയിടെ ഒരു വക്കീലിനെ കാണാൻ പോയായിരുന്നു. വക്കീൽ പറഞ്ഞ് ഹൈക്കോടതി പോകാനാണ് പറഞ്ഞേക്കുന്നത്. ഹൈക്കോടതി പോയാൽ ഭയങ്കരമായിട്ട് പൈസ ചെലവ് വരും. ഞങ്ങൾക്ക് അതിനുള്ള നിർവാഹമില്ല. അതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കടത്തിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ശമ്പളമായിട്ട് 1 വർഷം മിച്ചമായി പൈസ എടുത്തിട്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹൈക്കോടതി പോകാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു നിർവാഹവുമില്ല. എവിടെ നിന്നേലും ഞങ്ങൾക്ക് നീതി വേണം. അല്ലാതെ ഞങ്ങൾ ഈ 6 കുടുംബവും ആത്മഹത്യ അവരൊക്കെ നിൽക്കുവാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ഞങ്ങളുടെ കുടുംബം എല്ലാം നോക്കേണ്ട കാര്യങ്ങളാണ്. അതിന് ഞങ്ങൾക്ക് എവിടെ വേണേലും ഞങ്ങൾ എന്തിനാണേലും ഞങ്ങൾക്ക് നീതി ലഭിച്ചേ ഞങ്ങൾക്ക്. ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കടയിൽ ഞങ്ങൾക്ക് 17 ലക്ഷം രൂപ കടമായിട്ട് കിടക്കുന്നു. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല. കടയിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ തരുന്നില്ല, പൈസ കൊടുക്കാതെ തരത്തില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ സ്വർണ്ണങ്ങളെല്ലാം പണയം വെച്ചിരിക്കുകയാണ്. സ്വർണ്ണത്തിന് പലിശ അടയ്ക്കാൻ പോലും നിവൃത്തിയില്ല. ഞങ്ങൾ
പൈസ എല്ലാവർക്കും സ്വർണം കുറവാണ്. അപ്പം ഉള്ള സ്വർണം ഞങ്ങൾ കൂടുതൽ പൈസ കിട്ടുന്നിടത്ത് കൊണ്ട് പണയം വെച്ചിട്ടാണ് ക്യാഷ് എടുത്ത് മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. പഞ്ചായത്ത് കമ്മിറ്റിയുടെ അംഗീകാരമില്ലാതെ ICDS ഉൽപ്പന്നങ്ങൾ വാങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. സർക്കാർ തീരുമാനമുണ്ടെങ്കിൽ പണം കൈമാറാനാകുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. 2021-22 കാലഘട്ടങ്ങളിൽ വീണ്ടും 18 ലക്ഷം രൂപ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് സൂപ്പർവൈസർ അറിയിക്കും. എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭരണാനുമതി വാങ്ങാതെ അതുപോലെ തന്നെ ഒരു പദ്ധതി ഏറ്റെടുക്കുമ്പോൾ DPC അംഗീകരിച്ച് ഒരു പ്രോജക്റ്റ് റിവിഷനിൽ ഒരു പദ്ധതിക്ക് വേണ്ടി തുക മതിയാകാതെ വരുമ്പോൾ നമ്മളിവിടെ റിക്വസ്റ്റ് പ്രകാരം അറിയിക്കുകയും ചെയ്യുന്ന മുറയ്ക്കാണ് നമ്മളൊരു റിവിഷനിൽ വീണ്ടും അധിക തുക വെച്ച് നൽകാറുള്ളത്. എന്നാൽ അങ്ങനെ ഒരു സാങ്കേതിക അനുമതി വാങ്ങുകയോ ഭരണസമിതിയുടെ അനുമതി വാങ്ങുകയോ ഒന്നും ചെയ്യാതെ സൂപ്പർവൈസർ ഇവിടെ ഇറക്കി എന്നാണ് സൂപ്പർവൈസർ പറയുന്നത്. അതിൻ്റെ വിശദമായ അന്വേഷണ റിപ്പോർട്ടൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. നമുക്കിനി അത് ആ തുക നൽകുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി ഒരിക്കലും തടസ്സമല്ല. പക്ഷേ ആ തുക ഇപ്പോൾ സാങ്കേതിക അനുമതി വാങ്ങാതെ നടത്തിയ ഒരു പ്രവർത്തനത്തിന് വേണ്ടി തുക നൽകുന്നതിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ വരെ നിലനിൽക്കുന്നതാണ്. അതിന് ഗവൺമെൻറ് തലത്തിലൊരു തീരുമാനമുണ്ടാകുന്ന മുറയ്ക്ക് അവരുടെ പൈസ ഈ 18 ലക്ഷം രൂപയുടെ ബാധ്യത കൊടുക്കുന്നതിന് ഭരണസമിതി ഇപ്പോൾ തയ്യാറാണ്. 2 പതിറ്റാണ്ട് കാലം മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീ സംരംഭത്തിനാണ് നിലവിൽ പൂട്ടുവീഴാനൊരുങ്ങുന്നത്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതിനൊപ്പം ഈ സംരംഭകരുടെ ജീവിതവും വഴിമുട്ടും. അയ്യപ്പൻകോവിലിൽ വീട് ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസ് കൊടുത്ത സംഭവത്തിൽ വിശദീകരണവുമായി പരാതിക്കാർ രംഗത്ത്. പഞ്ചായത്തിൽ നിന്ന് നൽകിയ വീടിന്റെ പണികൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ കൈക്കൊള്ളുന്നത്. സാവകാശം വേണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് കേസ് നൽകിയതെന്നും പരാതിക്കാരായ വീട്ടുടമകൾ പറയുന്നു. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട വില്ലേജ് പടിയിലാണ് പുറമ്പോക്കിൽ താമസിക്കുന്ന കുടുംബങ്ങൾ മാറി താമസിക്കണമെന്ന ഗ്രാമപഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടത്. ഇവർക്ക് മുൻപ് വീടും സ്ഥലവും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഇവർ അനധികൃതമായി ഇവിടെ താമസിച്ചു വരികയാണെന്നുമായിരുന്നു പഞ്ചായത്ത് അധികൃതർ പറഞ്ഞത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭൂമി വാങ്ങി നൽകി വീടിന് ഫണ്ട് അനുവദിക്കുമ്പോൾ വീട് പൂർത്തിയാകുന്ന മുറയ്ക്ക് റോഡ് പുറമ്പോക്കിൽ നിന്നും ഒഴിയണമെന്നായിരുന്നു വ്യവസ്ഥ. ഇത് പ്രകാരമാണ് വീട് പണി പൂർത്തിയായവർ വീട് ഒഴിയാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകിയത്. ഇതിനെതിരെയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ കേസുമായി മുന്നോട്ട് പോയത്. ഇവിടെ നിന്നും മാറി താമസിക്കാൻ സ്ഥലവും വീട് പണിക്കുള്ള തുകയും പഞ്ചായത്ത് ലഭ്യമാക്കിയിരുന്നുവെങ്കിലും 3,60,000 രൂപ മാത്രമാണ് ലഭിച്ചത്. 60,000 രൂപയോളം കരാറുകാരൻ കബളിപ്പിച്ചെന്നും ഇവർ പറയുന്നു. തുടർന്ന് 3 ലക്ഷം രൂപയ്ക്കുള്ള വീട് പണി മാത്രമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും സാവകാശം മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ നിന്ന് വീട് സ്ഥലവും കിട്ടിയിട്ടുള്ളതെന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഞങ്ങൾക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുള്ളത് 3,60,000 രൂപ കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിൽ 60,000 രൂപയും ഡാനിയൽ സജി എന്ന് പറയുന്ന വ്യക്തി കരാറുകാരൻ കബളിപ്പിച്ചുകൊണ്ട് പോയി. 3 ലക്ഷം രൂപയുടെ എന്തെല്ലാം വർക്കുകൾ അവിടെ ചെയ്യാൻ പറ്റുമോ ആ വീടിന് വേണ്ടി അത് ചെയ്തും വെച്ചിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് പഞ്ചായത്തിൽ നിന്നും ഈ സ്ഥലവും വീട് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ അവിടെ വൈദ്യുതി ഇല്ല, വെള്ളമില്ല, വീടിന്റെ പണികൾ പരിപൂർണമായി തീർത്തിട്ടേ ഇല്ല, കഥകില്ല, വാതിലില്ല. 3 കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ അമ്മ പ്രായമായ അമ്മയാണ്. ഈ അമ്മയെ കൂട്ടി ഈ കുഞ്ഞുങ്ങളെ കൂട്ടി ഞങ്ങൾ ഇപ്പോൾ എങ്ങോട്ട് അങ്ങനെ പോകും? പെട്ടെന്ന് പഞ്ചായത്തിൽ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇവർ പറയുന്നത് നമുക്കറിയാം. പക്ഷെ ഇപ്പോഴത്തേക്കൊന്നും ഒഴിഞ്ഞു പോകാനും പറ്റത്തില്ല. സാവകാശം വേണം. ഇത് ഞങ്ങൾക്ക് വേണ്ട. ആരുടെ ഒരു സ്വപ്നമാണ് നല്ലൊരു ഭവനം എന്നത് ആരുടെ ഒരു സ്വപ്നം തന്നെയാണ്. ഞങ്ങൾക്കും അതുകൊണ്ട് ഈ പൂഴിമണിനകത്ത് ഈ പൊടിക്കകത്ത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളും കൂടെ കിടക്കണം ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് സാവകാശം വേണം. ഇപ്പം പ്രസിഡന്റിനെതിരെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും പരാതി കൊടുത്തിരിക്കുന്ന ആ ഒരു ഇതുകൊണ്ട് സാവകാശം. ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്. ഇപ്പം എൻ്റെ അമ്മയും കുഞ്ഞുങ്ങളെ ഇവിടെ തനിയെ വിട്ട് ഞങ്ങൾ ഹോം നഴ്സിന് ജോലിക്ക് പോയി ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് സാവകാശം വേണം. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പതുക്കെ ഞങ്ങൾക്ക് ചെയ്ത് ഇവിടെ നിന്ന് മാറാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് സാവകാശം വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. മറ്റു ചിലർക്ക് 20 വർഷം മുമ്പാണ് വീട് ലഭിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഡെപ്യൂട്ടി കളക്ടറുടെ അനുമതിയോടെയാണ് വീടുകൾ വിറ്റത്. ഇതെല്ലാം വളച്ചൊടിച്ചാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ നുണപ്രചരണം നടത്തുന്നതെന്നും കുടുംബങ്ങൾ ആരോപിക്കുന്നു. എൻ്റെ പേര് സനിത എന്നാണ്. എനിക്ക് വീടും പെരയും സ്ഥലവും കിട്ടിയിട്ടുള്ളതല്ല ലൈഫിൽ. ഇവിടെ കഴിഞ്ഞ ദിവസം മീഡിയ എടുത്തതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 3 വീടിന് പെര അനുവദിച്ചിട്ടുണ്ട്. അവർ പെരപണി തീർന്നിട്ട് മാറാൻ തയ്യാറാകുന്നില്ല, പൊളിച്ച് മാറ്റണം എന്ന് പറഞ്ഞു. അതിനകത്ത് സത്യസന്ധമായ കാര്യങ്ങൾ എനിക്ക് 20 വർഷം മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വയ്യാതെ വന്നു. എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ ഞങ്ങൾ 2 പെൺപിള്ളേരാണ്. ഞങ്ങൾക്ക് ഇച്ചിരി ബാധ്യത അസുഖ കാര്യങ്ങളും എല്ലാം വന്നപ്പോൾ ഞങ്ങൾ ഡെപ്യൂട്ടി കളക്ടറുടെ സ്പെഷ്യൽ ഓർഡർ മേടിച്ച് അവരെനിക്ക് അനുവാദം തന്നതിന് ശേഷമാണ് ഞാൻ ആ സ്ഥലം വിറ്റുപോയത്. അത് അന്ന് മേടിച്ചപ്പം ഈ 10 സെൻറ്റ് സ്ഥലമാണ് പഞ്ചായത്തുകാരിന്ന് പറഞ്ഞത്. അതിനകത്ത്
25,000 രൂപയ്ക്ക് 3 സെന്റ് സ്ഥലവും 75,000 രൂപയാണ് പെരയ്ക്കും അനുവദിച്ചത്. അതിനകത്ത് ബാക്കി പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്നിട്ടാണ് 10 സെന്റ് സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചത്. അല്ലാതെ ഈ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് 10 സെന്റ് സ്ഥലം ഇതുവരെ അനുവദിച്ച് തന്നിട്ടില്ല. ഇന്ന് ഈ പുറമ്പോക്കിലാ കിടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവരിന്ന് ഈ നേരം വരെ ഞങ്ങൾക്ക് ഒരു ബാത്റൂമിന് പോലും പഞ്ചായത്തുകാർ ഞങ്ങൾക്ക് തന്നിട്ടുമില്ല, അനുവദിച്ചിട്ടുമില്ല. ഞങ്ങൾ ഇപ്പോൾ വേണേലും പൊളിച്ചു മാറാൻ സമ്മതമാണ്. ഈ 2 സ്വകാര്യ വ്യക്തികൾ നിരന്തരം പഞ്ചായത്തിൽ കയറി ഇറങ്ങുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നിരന്തരം വീടുകൾ ഈ ഇരിക്കുന്ന ഒരു ഏരിയ മൊത്തം പുറമ്പോക്ക് പെട്ട വീടുകളായിരിക്കുന്നത്. പുറമ്പോക്ക് ഭൂമി എന്നോ എപ്പോൾ ഒഴിപ്പിക്കുന്നു ആ കൂട്ടത്തിൽ ഞങ്ങൾ ഒഴിയാമെന്ന് ഞങ്ങൾ തർക്കിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് വീടും സ്ഥലവും എനിക്ക് കിട്ടണം. കിട്ടി എൻ്റെ പെരവണി തീരുന്ന സമയത്ത് ആർക്ക് വേണേലും ഇത് പൊളിച്ചു മാറ്റാൻ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കാം. നിലവിൽ സംഭവവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് കേസ് നടത്താൻ ഭരണസമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതേസമയം സാവകാശം ലഭ്യമായാൽ അനുവദിച്ച വീടിന്റെ പണി പൂർത്തീകരിച്ച് ഇവിടെ നിന്നും മാറുമെന്നാണ് മേഖലയിലെ കുടുംബങ്ങളുടെ പ്രതികരണം. സ്വകാര്യ ബസ്സിൽ യുവതിയെ ശല്യം ചെയ്തയാളെ വണ്ടൻമേട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുമളി മുരിക്കടി സ്വദേശി പൂവത്തുംമൂട്ടിൽ സജോയാണ് യാത്രക്കിടെ നെടുങ്കണ്ടം സ്വദേശിനിയായ യുവതിയെ കടന്നുപിടിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കുമളിയിൽ നിന്നും കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന ബസ്സിൽ യുവതിക്ക് നേരെ അതിക്രമം ഉണ്ടാകുകയായിരുന്നു. യുവതി പ്രതികരിച്ചതോടെ ബസ് വണ്ടൻമേട് സ്റ്റേഷനിലെത്തിച്ചു. ശല്യം ചെയ്ത 32 വയസ്സുള്ള കുമളി മുരിക്കടി സ്വദേശിയായ പൂവത്തുംമൂട്ടിൽ സജോയെ കസ്റ്റഡിയിലെടുത്തു. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി. കട്ടപ്പന റോട്ടറി ക്ലബ് പ്രവർത്തനത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സൗഹൃദ സംഗമവും കലാവിരുന്നും ഫെബ്രുവരി 3-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ വെച്ചാണ് റോട്ടറി ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സൗഹൃദ സംഗമവും കലാവിരുന്നും നടത്തുന്നത്. റോട്ടറി ക്ലബ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷം പിന്നിടുമ്പോൾ നാളിതുവരെ ക്ലബ്ബ് നടപ്പിലാക്കിയ വിവിധങ്ങളായ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയും ഗ്ലോബൽ ഗ്രാന്റ് പ്രൊജക്ടുകളുടെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം സമ്മേളനത്തിൽ നടക്കും. ലോകത്തിലെ ആദ്യ സേവന സംഘടനയായ റോട്ടറി ഇന്റർനാഷണൽ സർവീസ് അബൌവ് സെൽഫ് എന്ന ആപ്തവാക്യവുമായി ലോകമെമ്പാടും ഒരു ചാലശക്തിയായി നിലകൊള്ളുന്നു. ഇടുക്കി ജില്ലയായ ഹൈറേഞ്ചിൽ ആദ്യമായി റോട്ടറി പ്രവർത്തനം ആരംഭിച്ചത് 1966-ലാണ്. അന്ന് മുതൽ ഇന്ന് വരെ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഹൈറേഞ്ചിൽ ആദ്യമായി സൗജന്യ നിരക്കിൽ ഡയാലിസിസ് സൗകര്യം, തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലെ ടോയ്ലറ്റ് ബ്ലോക്ക്, ഭവന നിർമ്മാണ പദ്ധതികൾ, റോട്ടറി സ്കോളർഷിപ്പുകൾ, ശുദ്ധജല വിതരണ സംവിധാനങ്ങൾ എന്ന ഒട്ടനവധി പരിപാടികൾക്ക് റോട്ടറി ക്ലബ്ബ് കട്ടപ്പന നേതൃത്വം നൽകി. ഈ അവസരത്തിൽ ഇലക്ട്ര നൈറ്റ് 2K24 എന്ന പേരിൽ ഒരു കുടുംബ സംഗമം 2024 ഫെബ്രുവരി 3-ാം തീയതി വൈകിട്ട് 6:30 PM വെള്ളയാങ്കുടി സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. പ്രത്യേകം ക്ഷണിക്കപ്പെട്ട അതിഥികൾ പങ്കെടുക്കുന്ന സൗഹൃദ സദസ്സിൽ കട്ടപ്പന ഡിവൈഎസ്പി ബേബി PV, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബിന്നി, ജോയി വെട്ടിക്കുഴി, VR സജി തുടങ്ങിയവരും പങ്കെടുക്കും. തുടർന്ന് സിനിമ, സീരിയൽ താരങ്ങൾ അണിനിരക്കുന്ന കലാസന്ധിയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് ജോസഫ് തോമസ്, സെക്രട്ടറി റോയി മാത്യു, PM ജോസഫ്, സിബിച്ചൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. JCI കട്ടപ്പന ടൗണിന്റെ 2024 ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തനോദ്ഘാടനവും നടന്നു. JCI സോണൽ പ്രസിഡന്റ് അരുൺ C. ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. JCI കട്ടപ്പന ടൗണിന്റെ 2024 ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തനോദ്ഘാടനവും കട്ടപ്പന സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. സാമൂഹ്യ പ്രവർത്തനം കൊണ്ട് മികവ് പുലർത്തിയ JCIയുടെ 2ാം വാർഷികമാണ് നടന്നത്. 2ാം വാർഷികത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. ആദർശ് കുര്യൻ പ്രസിഡന്റായി ചുമതലയേറ്റ യോഗത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു. JCIയുടെ സോണൽ പ്രസിഡന്റ് അരുൺ C. ജോസ് സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തന്റെ ആവേശം കൊണ്ടും എനർജി കൊണ്ടും പങ്കാളിത്തം കൊണ്ടും അവിടെ പങ്കെടുത്ത 100ഓളം പ്രസിഡന്റുമാരുടെ മനസ്സിൽ ഇടം നേടി അവരുടെ ഇടയിൽ സൗഹൃദത്തിന്റെ വലിയൊരു പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് മടങ്ങി വന്ന ആളാണ് ആദർശ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവിടെ വന്ന ഒരാൾ പോലും ആദർശിനെ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം സൗഹാർദ്ദപരമായി ഇടപെട്ടുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇന്നത്തെ അക്സെപ്റ്റൻസ് സ്പീച്ച് കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് ആദർശ് നിസ്സാരക്കാരനല്ല എന്നുള്ളത്. ഇവിടെ വളരെ വലിയ ആവേശത്തോടു കൂടി ഞാൻ ശ്രദ്ധിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം സംസാരിച്ചതിൽ 90% സമയവും അല്ലെങ്കിൽ ഒരു 95% സമയവും മറ്റുള്ളവരെ അഭിനന്ദിക്കാനാണ് സമയം മാറ്റിവെച്ചത്. മറ്റുള്ളവർക്ക് വില കൊടുക്കുന്ന, വാല്യൂ കൊടുക്കുന്ന ഇത്തരം വ്യക്തികൾക്ക് ജീവിതത്തിൽ വളർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ഞാൻ വിശ്വസിക്കുന്നു അത് JCI കട്ടപ്പന ടൗണിന്റെ വളർച്ച കൂടി ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ ആദർശ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഐ ലവ് യു അളിയാനെന്ന്. അളിയൻ അവിടെ ഒരു കൈയൊക്കെ പൊക്കി കാണിക്കുന്നത് കണ്ടു. എന്റെ ആശംസ ഇതാണ് ആദർശിനോടുള്ളത്.
ഈ വർഷം അവസാനം 2025 അധികാരം കൈമാറ്റം ചെയ്യുമ്പോൾ ഇവിടുത്തെ ഓരോ മെമ്പേഴ്സും ആദർശിനോട് പറയട്ടെ ഐ ലവ് യു അളിയ എന്ന്. ആദർശിന്റെ പുഞ്ചിരി കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആദർശ് അത് മേടിച്ചിട്ടേ പോവുകയുള്ളൂ. പ്രോഗ്രാം ഡയറക്ടർ അലൻ വിൻസെന്റ്, വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് TR എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. തുടർന്ന് നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ആദർശ് കുര്യൻ അധ്യക്ഷനായി. 2024 ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും നടന്നു. faithfully execute the office of my ability, serve as a living example of this organization, the constitution and policy of this organization at all times. യോഗത്തിൽ CA റിൻഡോ ചാണ്ടി, സോണി കറുകപ്പള്ളിയിൽ, അനൂപ് തോമസ്, ഡെന്നി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ഇൻഫാം ഉപ്പുതറ കാർഷിക താലൂക്ക് സമ്മേളനം നടന്നു. ഇൻഫാം ദേശീയ അധ്യക്ഷൻ ഫാദർ തോമസ് മറ്റമുണ്ടിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടിയേറ്റ കർഷകർ എന്നും കയ്യേറ്റക്കാരായി ചിത്രീകരിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുടിയേറ്റ കർഷകർ എന്നും കയ്യേറ്റക്കാരായി ചിത്രീകരിക്കപ്പെടുകയാണെന്ന ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടിയിൽ വെള്ളിയാഴ്ച 11:30 ഇടുക്കി ഉപ്പുതറയിൽ പറഞ്ഞു. ഇൻഫാം ഉപ്പുതറ കാർഷിക താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിയേറ്റം മനുഷ്യനുണ്ടായ കാലം മുതൽ ഉള്ളതാണ്. കുടിയേറ്റ കർഷകരുടെ പട്ടയ പ്രശ്നമാണ് എന്നും വലിയ പ്രതിസന്ധി. കുടിയേറ്റ കർഷകരെ എന്നും കയ്യേറ്റക്കാരായാണ് സമൂഹം ചിത്രീകരിക്കുന്നത്. കർഷകരെ അവഗണിക്കുമ്പോൾ സമൂഹ മനസാക്ഷിയെ ഉണർത്താനാണ് ഇൻഫാം സമരമാർഗം സ്വീകരിക്കുന്നതെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു. ഇവിടെയെല്ലാം കുടിയേറ്റപ്പെട്ട മനുഷ്യരെല്ലാം കയ്യേറ്റക്കാരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് വനത്തിന് ചുറ്റും ബഫർ സോൺ വന്നപ്പോൾ ശരിക്കും വനത്തിനുള്ളിലെ കോർ സോണിന് ചുറ്റും ഉണ്ടാകേണ്ട ബഫർ സോണിനെ ആ ബഫർ സോണും കഴിഞ്ഞ് ട്രാൻസിഷൻ സോണ് അല്ലെങ്കിൽ ടൂറിസം സോണും കഴിഞ്ഞ് സെറ്റിൽമെന്റ് ഏരിയയിലേക്ക് വെക്കാനായിട്ട് വനം വകുപ്പ് ശ്രമിച്ചപ്പോഴാണ് നമ്മൾ ഈ സമരത്തിന് ഇറങ്ങിയത്. ബഫർ സോൺ എന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ടത് ഫോറസ്റ്റുകാരുടെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ നിർവചനത്തിൽ സൂക്ഷിക്കേണ്ടത് കോർ സോണിന്റെ തൊട്ടുപുറത്താണ്. ഏറ്റവും ഉള്ളിലാണ് കോർ സോൺ. ആ കോർ സോണിന്റെ തൊട്ടുപുറത്താണ് ബഫർ സോൺ. അതിലുള്ള മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ക്ഷീണം വരാത്ത വിധത്തിൽ വനത്തിനുള്ളിൽ തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഈ ബഫർ സോൺ. അതിൻ്റെ തൊട്ടുപുറത്താണ് ട്രാൻസിഷൻ സോൺ അല്ലെങ്കിൽ ടൂറിസം സോൺ എന്ന് പറയുന്നത്. അതും വനത്തിനുള്ളിലാണ്. അതിൻ്റെ പുറത്താണ് സെറ്റിൽമെന്റ് സോൺ. വിപുലമായ രീതിയിലാണ് താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചത്. ഉപ്പുതറ, പുളിങ്കട്ട, ചെമ്മണ്ണ്, ചിന്നാർ, രാജഗിരി, മരിയഗിരി, ആലാമ്പള്ളി, പുള്ളിക്കാനം തുടങ്ങിയ ഗ്രാമസമിതികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. താലൂക്ക് ഡയറക്ടർ ഫാദർ സിബി അറക്കൽ, ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ, താലൂക്ക് പ്രസിഡന്റ് സന്തോഷ് കോട്ടിരി, കാർഷിക ജില്ലാ സെക്രട്ടറി ഡോക്ടർ PV മാത്യു പ്ലാത്തറ, താലൂക്ക് സെക്രട്ടറി KJ സൈമൺ, കല്ലുമാരുക്കുന്നേൽ എന്നിവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ പരപ്പിൽ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി 3.5 മാസം മുൻപ് പൊളിച്ചിട്ട വഴികൾ പുതുക്കി നിർമ്മിച്ചു തുടങ്ങി. വീട്ടിലേക്ക് കയറാൻ മാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുടെ ദുരിതം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. അയ്യപ്പൻകോവിൽ പരപ്പിനും ആലടിക്കുമിടയിൽ താമസിക്കുന്ന 10ഓളം കുടുംബങ്ങളാണ് വഴിയില്ലാതെ പ്രതിസന്ധിയിലായിരുന്നത്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന് വീതി കൂട്ടാൻ ഒക്ടോബർ ആദ്യവാരം JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയപ്പോഴാണ് വീടുകളിലേക്കുള്ള വഴികൾ നഷ്ടമായത്. 15 ദിവസത്തിനുള്ളിൽ സംരക്ഷണ ഭിത്തി കെട്ടി വഴി പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ 1 മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കിഫ്ബിയുടെ തൊടുപുഴയിലെ മേഖലാ ഓഫീസിൽ നേരിട്ടും ഫോണിലൂടെയും പരാതി നൽകിയിരുന്നു. എന്നാൽ നടപടി ഉണ്ടായില്ല. റോഡ് നിർമ്മാണത്തെ തുടർന്ന് കുടിവെള്ളമടക്കം മുട്ടിയതോടെ നാട്ടുകാർ പ്രക്ഷോഭം തുടങ്ങാൻ തീരുമാനിക്കുകയും മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കുകയും ചെയ്തു. തുടർന്നാണ് വഴി പുതുക്കി നിർമ്മിക്കാനും കുടിവെള്ള വിതരണം താൽക്കാലികമായി പരിഹരിക്കാനും അധികൃതർ തയ്യാറായത്. ഏതാനും ദിവസങ്ങൾക്കകം വീടുകളിലേക്ക് കയറുന്ന വഴികളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് മലയോര ഹൈവേ നിർമ്മാണ അധികൃതരുടെ വിലയിരുത്തൽ. കട്ടപ്പനയെ ഹൈറേഞ്ചിന്റെ ടൂറിസം ഹബ്ബായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ JCI കട്ടപ്പന ടൗണിന്റെ നേതൃത്വത്തിൽ സഞ്ചാരികൾ നാടറിയട്ടെ എന്ന പദ്ധതിക്ക് തുടക്കമായി. കാഞ്ചാർ അഞ്ചുരുളിയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയുടെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക, കട്ടപ്പനയെ ഹൈറേഞ്ചിന്റെ ടൂറിസം ഹബ്ബാക്കി ഉയർത്തുക എന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് JCI കട്ടപ്പന ടൗൺ സഞ്ചാരികൾ നാടറിയട്ടെ എന്ന പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. കട്ടപ്പനയുടെ വിനോദ വാണിജ്യ മേഖലകളെ പരിപോഷിപ്പിക്കുന്നതിനും ടൂറിസം സാധ്യതകളെ എല്ലാവരിലേക്കും എത്തിക്കുകയും
പരിചയപ്പെടുത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിവിധ സ്ഥലങ്ങളിൽ നിന്നും കട്ടപ്പനയിലെത്തുന്ന സഞ്ചാരികൾക്ക് ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കുന്നതിനും വിവിധ ടൂറിസം ലൊക്കേഷനുകൾ പരിചയപ്പെടുത്തുന്നതിനുമായി കട്ടപ്പന കേന്ദ്രീകരിച്ചുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളും അവിടേക്കുള്ള സഞ്ചാര ദൂരവും അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിച്ചാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇതിനായി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള അഞ്ചുരുളി ജലാശയത്തോട് ചേർന്ന് ആദ്യ ബോർഡ് സ്ഥാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എവിടെ ചെന്നാൽ അവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരമാണ് അടുത്ത സ്ഥലത്തേക്ക്, അവിടെ എന്തെല്ലാമാണ് കാഴ്ചയുടെ ഒരുക്കിയിരിക്കുന്നതൊക്കെ അറിയുന്നതിന് വേണ്ടി പുറത്തുനിന്ന് എത്തുന്ന ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായ രീതിയിലുള്ള ഒരു മാപ്പ് ആണ് ഇവിടെ തയ്യാറാക്കി ഇവർ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടിനെ പഠിക്കുവാനും നാട്ടു കാഴ്ചകൾ കാണുവാനും നിരവധി ആളുകളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും എല്ലാം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടുന്നുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വിനോദത്തിനും വിജ്ഞാനത്തിനുമൊക്കെ ആയ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിന് നാട്ടിലെ കൂട്ടായ്മകൾ, ഇതുപോലുള്ള JCI പോലുള്ള സംഘടനകൾ, ക്ലബ്ബുകൾ ഒക്കെ നല്ല ഒരു മുൻതൂക്കത്തോടു കൂടി ഇല്ലെങ്കിൽ നല്ല കാഴ്ചപ്പാടോടുകൂടി കടന്നു വരുമ്പോൾ അവരെ ഏറ്റവും ഹൃദ്യമായി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും നല്ല നല്ല ആശയങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ മേഖലയും, അത് ഫാം ടൂറിസം ആയാലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളെല്ലാം, നമുക്കറിയാം നമ്മുടെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. കോളേജ് മലയുണ്ട്, തൂക്കുപാലമുണ്ട്, വളാടുപാറയുണ്ട്, തേൻപാറയുണ്ട്, അങ്ങനെ അഞ്ചുരുളി മുനമ്പുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അവിടെ എത്തിപ്പെടുന്നതിനോ ഇല്ലെങ്കിൽ അവിടെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതിനോ അറിയുന്നതിനുള്ള ഒരു സാഹചര്യം നിലവിലില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരം നല്ലൊരു ആശയമായി നമ്മുടെ JCI മുന്നോട്ട് വന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ, JCI സോൺ പ്രസിഡന്റ് റിൻഡോ ചാണ്ടി, കട്ടപ്പന ടൗണിന്റെ പുതിയ പ്രസിഡന്റ് ആദർശ് കുര്യൻ, IPP ജോജോ കുമ്പളന്താനം, പ്രോഗ്രാം കോർഡിനേറ്റർ അലൻ വിൽസൺ, അരുൺ ജോസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ഫെബ്രുവരി 28 നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരിച്ചു. പീരുമേട് താലൂക്കിൽ നിന്നും 500 പേരെ സമരത്തിൽ പങ്കെടുപ്പിക്കുമെന്ന് ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ അറിയിച്ചു. ജാതി തിരിച്ചുള്ള സെൻസസ് എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുക, അതനുസരിച്ചുള്ള ഭരണ പങ്കാളിത്തം ഉറപ്പുവരുത്തുക, വിശ്വകർമ്മ ദിനം നിയന്ത്രിത അവധി പൊതു അവധിയായി പ്രഖ്യാപിക്കുക, അയോധ്യയിലെ ശ്രീരാമ വിഗ്രഹത്തിന്റെ നിർമ്മാതാവും ശില്പിയുമായ യോഗിരാജിനെ പോലുള്ളവരെ പാർലമെന്റിൽ എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിക്കുന്നത്. സമരത്തിൽ പീരുമേട് താലൂക്കിൽ നിന്നും 500 പേരെ പങ്കെടുപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2024 ഫെബ്രുവരി 28 അതിവിപുലമായ രീതി കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള അണികളുടെ പ്രജ്വലമായ ഒരു വൻ പരിപാടിയാണ് രാജ്ഭവൻ മാർച്ചായിട്ട് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ജാതി തിരിച്ചുള്ള സെൻസസ് ഇന്ന് കേരളത്തിൽ വളരെയധികം മോശപരമായ രീതിയിലാണ് PSC നിയമനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോഴും 30, 70, 100 എന്ന ആനുപാതികപരമായിട്ടാണ് ഇന്ന് വളരെ തന്ത്രപൂർവ്വം സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിചിത്രമായ ഒരു ചിന്താഗതി. ഫെബ്രുവരി 28 രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികളായ TC ഗോപാലകൃഷ്ണൻ, യൂണിയൻ പ്രസിഡന്റ് TK സുകുമാരൻ, സെക്രട്ടറി അനുമോൻ AT, ജനറൽ കൺവീനർ KA അരുണാചലം എന്നിവർ അറിയിച്ചു. പൊതുസ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കി പൂന്തോട്ടം നിർമ്മിക്കുന്ന സ്നേഹാരാമം പദ്ധതിക്ക് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിൽ തുടക്കം കുറിച്ചു. അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് മാലിന്യം വലിച്ചെറിഞ്ഞ് വൃത്തിഹീനമായി കിടക്കുന്ന പൊതുസ്ഥലങ്ങൾ കണ്ടെത്തി NSS വോളണ്ടിയർമാരുടെ സഹായത്തോടെ വൃത്തിയാക്കി പൂന്തോട്ടമാക്കി മാറ്റുന്നത്. ഭാവിയിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുന്ന അവസ്ഥയിലേക്ക് പ്രദേശത്ത് എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി പ്രകാരം ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡിൽ അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള പാതയോരമാണ് NSS യൂണിറ്റ് അംഗങ്ങളുടെ സഹകരണത്തോടെ വൃത്തിയാക്കി പൂന്തോട്ടം നിർമ്മിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റണി കുഴിക്കാട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അതിഭയങ്കരമായ കാട് കുറേ നാളുകളായി കയറി കിടക്കുകയാണ്. ഇത് വൃത്തിയാക്കി ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്നേഹാരാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ സൈഡ് വൃത്തിയാക്കി നല്ല പച്ചപ്പുള്ള പൂന്തോട്ടമാക്കി മാറ്റുക. ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും SPC സ്റ്റുഡൻസും ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തും അടക്കം എല്ലാവരോടും ചേർന്നുകൊണ്ട് വഴിയോര വൃത്തിയാക്കലും വഴിയോരങ്ങളിൽ പൂന്തോട്ടം പിടിപ്പിക്കലും എന്ന പദ്ധതിയാണ്
അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ കുറിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അജിതകുമാരി, നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ജോജോ ജോസഫ്, അധ്യാപകൻ ജെയ്സൺ ജോൺ, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. വാർദ്ധക്യത്താലും രോഗത്താലും അവശരായവർക്ക് ഒത്തുചേരാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും വേദി ഒരുക്കുകയാണ് കുടുംബസംഗമത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് പരിചരണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വയോധികർക്കും വിവിധ ശാരീരിക ബുദ്ധിമുട്ടുകളാൽ വീടുകളിൽ കഴിയുന്നവർക്കും ആഘോഷിക്കുവാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും കലാപരിപാടികൾ അവതരിപ്പിക്കാനും അവസരമൊരുക്കിക്കൊണ്ടാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഒപ്പം ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പേരിൽ പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം പ്രസിഡന്റ് ലിജു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ എല്ലാവരെയും ഒന്ന് ഒന്നിച്ച് കാണുവാനും ഒന്നിച്ച് ചേരുവാനും വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഇവിടെ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഒട്ടേറെ പദ്ധതികൾ പാലിയേറ്റീവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്താറുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ പരിമിതമായ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമുക്ക് വളരെ പരിമിതമായ ഫണ്ടുകളാണ് ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് അതിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എത്തിച്ചേരുന്നത്. പക്ഷെ നമുക്ക് ആ ഫണ്ടിൽ നിന്നുകൊണ്ട് ഒരു വിഹിതം തീർച്ചയായിട്ടും എല്ലാ വർഷവും ഓരോ വർഷവും നമ്മൾ കൂടുതൽ ഫണ്ടുകൾ പാലിയേറ്റീവ് രംഗത്തേക്ക് ഉപയോഗിക്കാൻ മാക്സിമം നമ്മൾ ശ്രമം നടത്തുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വയോധികരെയും ആരോഗ്യ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. പേരാണ് ശാന്തൻപാറയിൽ പാലിയേറ്റീവ് പരിചരണത്തിലുള്ളത്. കുടുംബസംഗമത്തിന്റെ ഭാഗമായി സുമനസ്സുകളുടെ സഹായത്തോടെ ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിത്യ സെലിൻ, രാജേശ്വരി കാളിമുത്തു, മെഡിക്കൽ ഓഫീസർ അതുല്യ രവീന്ദ്രൻ, ഫാദർ ജോസ് ദിലീപ്, ആനി മാത്യു, ജിഷ ദിലീപ്, ഡോക്ടർ രമ്യ, സേനാപതി ശശി, ഡോക്ടർ എൽ ബി, വി വി ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആശാവർക്കർമാർ, പൊതുപ്രവർത്തകർ, വ്യാപാരികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി ഫെബ്രുവരി 2 മുതൽ 4 വരെയാണ് തിരുനാൾ ആഘോഷം നടക്കുക. ഇടവക മധ്യസ്ഥരായ വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷത്തിനാണ് തുടക്കമായത്. വെള്ളിയാഴ്ച വിവിധ കൂട്ടായ്മകളിൽ നിന്ന് കഴിയുന്ന പ്രദക്ഷിണം പള്ളിയിൽ എത്തിയ ശേഷം കൊടിയേറ്റ് നടന്നു. ഇടവക വികാരി ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വെള്ളാരംകുന്ന് ഇടവക വികാരി ഫാദർ തോമസ് തെക്കേമുറി വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഈ പതാകയെ വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായവും അനുഗ്രഹവും സംരക്ഷണവും ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശനിയാഴ്ച കൽത്തുട്ടി ഇടവക വികാരി ഫാദർ ജിനോ വാഴയിലിന്റെ നേതൃത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കും. തുടർന്ന് മാട്ടുകെട്ട കുരിശടിയിലേക്ക് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. മാട്ടുകെട്ട സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക വികാരി ഫാദർ ജിജിൻ ബേബി കൈപ്പട്ടൂർ പെരുന്നാൾ സന്ദേശം നൽകും. പെരുന്നാളിന്റെ സമാപന ദിനം ആഘോഷമായ സമൂഹ ബലിയും സ്നേഹവിരുന്നും തിരുനാൾ കുർബാനയും നടക്കും. ഗ്രേസ് മൗണ്ട് വികാരി ഫാദർ ജോം പാറക്കൽ തിരുനാൾ കുർബാന അർപ്പിക്കും. തുടർന്ന് നാടകത്തോടു കൂടിയാണ് തിരുനാൾ അവസാനിക്കുക. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദ്രാവിഡ പോരാട്ട വീര്യത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി കേരളത്തിന്റെ സ്വന്തം കാളയോട്ട മത്സരം വട്ടവടയിൽ നടന്നു. കുതിച്ചു പായുന്ന കാളക്കൂറ്റന്മാരെ കൊമ്പിൽ പിടിച്ചു നിലയ്ക്ക് നിർത്താൻ ശ്രമിച്ച് വീരന്മാർ മത്സരത്തെ ആഘോഷമാക്കി. ജല്ലിക്കെട്ടിന് സമാനമായ രീതിയിലാണ് വട്ടവടയുടെ മഞ്ചുവിരട്ട നടക്കുന്നത്.
നൂറ്റാണ്ടുകളായി പിന്തുടർന്ന കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായാണ് വട്ടവടയുടെ സ്വന്തം മഞ്ചുവിരട്ട് നടക്കുന്നത്. ഗ്രാമത്തിലെ പ്രധാന കവലയിലേക്ക് പാഞ്ഞെത്തുന്ന ഉഴവുമാടുകളെ കർഷകർ കൊമ്പിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. വിത്തിറക്കുന്നതിന് മുന്നോടിയായാണ് മഞ്ചുവിരട്ട. മത്സരത്തിന് മുൻപ് മന്നാടിയാരും മന്ത്രിയാരും ഉൾപ്പെടെയുള്ള ഗ്രാമമുഖ്യന്മാരെ ഗ്രാമീണർ പൊതുസ്ഥലത്തേക്ക് ആനയിക്കും. പരമ്പരാഗത ഔദ്യോഗിക വേഷവിധാനങ്ങൾ അണിഞ്ഞാണ് ഇവരുടെ വരവ്. ഈ പട്ടങ്ങൾ കൊടുത്തത് ഒന്നും മണ്ണാടിയാറ്, മന്ത്രിയാറ്, മണിയാറ്, പെരുകുന്ന എന്ന പട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ കലാചാരം എന്ന് പറഞ്ഞാൽ ഏത് വിഷയം ഇവിടെ ഉള്ള കാര്യങ്ങൾ എല്ലാമേ ഞങ്ങളാണ് കാണിച്ച് ഇതിന്റെ കാര്യത്തിൽ എല്ലാമേ കൊണ്ടുപോകുന്നത്. ചിലപ്പം കല്യാണവും ഒരു ചടങ്ങായിട്ടോ തിരുനാളായിട്ടോ ഉത്സവമായിട്ടോ ഞങ്ങളാണ് ഇന്ന് തീരുമാനിച്ച് ഈ ഊരിലൂടെ എല്ലാവരും ഒന്നിച്ചാണ് അത് ചെയ്യേണ്ടത്. ഇതിന് രാഷ്ട്രീയമില്ല, എതുമില്ല. ഞങ്ങൾ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. അതുകൊണ്ട് ഞങ്ങൾ ഈ ഉത്സവത്തിന് വേണ്ടി ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഈ വിളവെടുത്ത് കളഞ്ഞ സമയമാണ് ഈ ഉത്സവം വയ്ക്കുന്നത്. കാർഷിക ജോലികളിൽ സഹായിക്കുന്ന മാടുകളോടുള്ള ആദരവ് കൂടിയാണ് മഞ്ചുവിരട്ട. മത്സരത്തിന് 1 മാസം മുൻപ് മുതൽ ഇവയെ കൃഷിയിടത്തിൽ ഇറക്കാതിരിക്കും. മികച്ച പരിചരണം നൽകി കൊമ്പുകളിൽ അലങ്കാരങ്ങളും പതിപ്പിച്ച ചായം പൂശിയാണ് ഇവയെ മത്സരത്തിന് കൊണ്ടുവരിക. വിവിധ വഴികളിൽ നിന്ന് ഓടിയെത്തുന്ന മാടുകളെ പിടിച്ചു നിർത്തുന്നവർക്ക് പാരിതോഷികവും നൽകും. നാലര നൂറ്റാണ്ട് മുൻപ് തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയവരാണ് വട്ടവട നിവാസികളുടെ പൂർവികർ എന്നാണ് വിശ്വാസം. ഇന്നും പഴയകാല കാർഷിക രീതികൾ പിന്തുടരുന്നവർ കൂടിയാണ് ഇവർ. മഞ്ചുവിരട്ട ദിനത്തിൽ നിരവധി ആളുകൾ പ്രത്യേക തലപ്പാവും പരമ്പരാഗത വസ്ത്രങ്ങളും ധരിച്ച തങ്ങളുടെ കാളകളുമായി എത്തും. அப்பாவுக்கு பாட்டன் எல்லாமே இங்கே நாங்கள் இதே மாதிரி தொழில் செய்வோம். இந்த மாதிரி வரும்போது மாடு உழுகிறதெல்லாம் உழுவோம். உழுதுட்டு மாட்டுக்கு ஒரு பொங்கல் வைப்போம். அந்த பொங்கல் வைக்கும் போது இப்படி நாங்கள் வேஷம் போட்டு பரம்பரையாக நாங்கள் இது 600 வருஷத்துக்கு முன்னால் எங்கள் தாய் தப்பம் செய்தது நாங்கள் இப்போ செய்துக்கிட்டு அப்படியே வந்துட்டு இருக்கோம். இந்த மாதிரியே இப்பவும் ஆகும். இனியும் இது மாதிரி பையன் மாதிரி இந்த மாதிரி வந்துட்டே இருக்கும். ഇത്തവണത്തെ മഞ്ചുവിരട്ട കൂടുതൽ ആഘോഷമായാണ് വട്ടവട നിവാസികൾ കൊണ്ടാടിയത്. സമീപ ഗ്രാമങ്ങളിൽ നിന്നും മത്സരത്തിനായി കാളകളെ കർഷകർ എത്തിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്ക ലേല വിവരം. ആകലൂട്ട 189, വിൽപ്പനയ്ക്ക് വന്നത് 36,092, വിൽപ്പന നടന്നത് 31,762. കൂടിയ വില 2004, ശരാശരി വില 1,525. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 540 രൂപ, ഏലം കൂടിയ വില 1,550, ഏലം ശരാശരി വില 1,400. കാപ്പിപ്പരിപ്പ് 250, ഗ്രാമ്പു 960, കൊക്കോ 100, റബ്ബർ 143. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,830 രൂപ, വെള്ളി 76. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചിന്നക്കനാലിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കണ്ടെത്താൻ തൂക്ക് വൈദ്യുതി വേലി ഒരുക്കാൻ വനം വകുപ്പ് പദ്ധതി ഒരുക്കുന്നു. ഫെൻസിംഗ് ഒരുക്കുക 3 ഇടങ്ങളിലായി 16 കിലോമീറ്റർ ദൂരത്തിൽ.
വേലി സ്ഥാപിക്കുന്നതിനൊപ്പം വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷണമൊരുക്കിയെങ്കിൽ മാത്രമേ കാട്ടാനശല്യത്തിന് പരിഹാരം കണ്ടെത്താനാവൂ എന്ന നാട്ടുകാർ. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണായി ബീന ടോമിയെ തെരഞ്ഞെടുത്തു. ബീന ടോമി വിജയിച്ചത് കേവല ഭൂരിപക്ഷം നേടി. അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് മുന്നണി ധാരണ പ്രകാരം ഷൈനി സണ്ണി തൽസ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന്. വണ്ടിപ്പെരിയാർ വഞ്ചിവയൽ ആദിവാസി കോളനിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഊരുമൂപ്പൻ നിരാഹാര സമരം ആരംഭിച്ചു. കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന അധികൃതരുടെ ഭാഗത്തു നിന്നും ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരുമെന്ന് ഊരുമൂപ്പൻ അജയൻ. മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ മാത്രം ജീവിക്കുന്നവരാണോ ആദിവാസി വിഭാഗമെന്നും ചോദ്യം. അങ്കണവാടി കുട്ടികൾക്കായി വിതരണം ചെയ്ത അമൃതം പൊടിയുടെ പണം ഗ്രാമപഞ്ചായത്ത് അധികൃതർ നൽകാതായതോടെ വനിതാ കുടുംബശ്രീ സംരംഭം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പ്രതിസന്ധിയിലായിരിക്കുന്നത് നെടുങ്കണ്ടം സന്യാസിയോടയിൽ പ്രവർത്തിക്കുന്ന സമൃദ്ധി ന്യൂട്രിമിക്സ്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇവർക്ക് ലഭിക്കാനുള്ളത് 10.5 ലക്ഷത്തോളം രൂപ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.